2025 ജൂൺ 9 നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ KSRTC ബസിന് നേരെ കല്ലേറ് നടത്തുകയും ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനെത്തിയ മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ മർദ്ദനത്തിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മൂവാറ്റുപുഴ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ വാഴപ്പള്ളി സ്വദേശി MJ ഷാജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ദേശീയ പണിമുടക്കിൽ നടന്ന അക്രമ സംഭവങ്ങളും മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ മർദ്ദനവും കണക്കിലെടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. എറണാകുളം ജില്ലാ പോലീസ് സൂപ്രണ്ട് അന്വേഷണം നടത്തി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 2025 ജൂലൈ 9 നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ KSRTC ബസിന് നേരെ കല്ലേറ് നടത്തി ജീവനക്കാർക്ക് പരിക്കേൽപ്പിച്ച് യാത്രക്കാരിൽ ഭീതി സൃഷ്ടിക്കുകയും ചെയ്ത അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ MCV ലേഖകനും പ്രസ് ക്ലബ് സെക്രട്ടറിയുമായിരുന്ന അനൂപ് സത്യനെ സമരാനുകൂലികൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. റോഡിൽ ആംബുലൻസുകളും രോഗികളുമായി ആശുപത്രിയിലേക്ക് പോയ വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തി ചികിത്സ നിഷേധിക്കാനുള്ള ശ്രമം നടക്കുകയുമുണ്ടായി. സമരത്തെ അനുകൂലിക്കാത്ത തൊഴിലാളികളെയും വ്യാപാരികളെയും തടഞ്ഞതിലൂടെ മനുഷ്യാവകാശ ലംഘനം നടന്നുവെന്നും മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ അക്രമത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിലും നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ MJ ഷാജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിയിലാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയത്. 2025 ജൂലൈ മാസം 9 ദേശീയ പണിമുടക്ക് നടന്നു. ആ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു നിർത്തി കല്ലെറിയുകയും ജീവനക്കാരെ പരിക്കേൽക്കുകയും സംഭവം ഉണ്ടായി. യാത്രക്കാർ ഭീതിയിലാഴ്ത്തുകയും അതുപോലെ തന്നെ അത്യാവശ്യ സർവീസുകളായ ആംബുലൻസ്, ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ തെരുവിൽ തടയപ്പെട്ടു. ഈ അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ MCV റിപ്പോർട്ടറും ക്യാമറമാനുമായ ശ്രീ അനൂപ് സത്യനും അന്നത്തെ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് മാരകമായി പരിക്കേൽക്കുകയുണ്ടായി. സമരാനുകൂലികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയുണ്ടായി. ഇതുവഴി മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനം നടന്നതായിട്ട് ഞാൻ 10/7/2025 ബഹുമാനപ്പെട്ട നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന് പരാതി അയക്കുകയുണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച്, അതായത് എറണാകുളം ജില്ലാ സൂപ്രണ്ട് അന്വേഷിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. അതിന്റെ ഉത്തരവാണ് ഈ വന്നിരിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതിയുടെ പകർപ്പയച്ച് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. മേൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ തുടർ നടപടി സ്വീകരിക്കും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.